വീട്ടുകാരുമായി കിടത്തി മോഷണം നടത്തിയ 5 അംഗ സംഘത്തിലെ 2 പേരാണ് പിടിയിലായത്. വർക്കല ഹരിഹരപുരം LP സ്കൂളിന് സമീപം ലൈം വില്ലയിൽ 74 വയസ്സുള്ള ശ്രീദേവിയമ്മ, മരുമകൾ ദീപ, ഹോം നഴ്സ് സിന്ധു എന്നിവർ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വീട്ടുജോലിക്ക് 15 ദിവസമായി ഉണ്ടായിരുന്ന നേപ്പാളി സ്വദേശിനി യുവതിയാണ് ഭക്ഷണത്തിൽ ലഹരി കലർത്തിയതെന്നാണ് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് സംഭവം. ശ്രീദേവി അമ്മയുടെ മകൻ ബാംഗ്ലൂരിൽ നിന്നും രാത്രി ഭാര്യയായ ദീപയെ നിരവധി തവണ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും ലഭിക്കാത്തതിനെ തുടർന്ന് സമീപവാസിയായ ബന്ധുവിനെ വിളിച്ചു. ബന്ധു ഈ വീട്ടിലെത്തുമ്പോൾ 4ഓളം പേർ ഓടി രക്ഷപ്പെടുന്നതാണ് കണ്ടത്. വീടിനുള്ളിൽ കയറി നോക്കുമ്പോൾ 3 പേരും ബോധരഹിതരായിരുന്നു. തുടർന്ന് നാട്ടുകാർ ഓടിക്കൂടി പ്രദേശത്തെ പരിശോധന നടത്തിയതിൽ ഒരാളെ പിടികൂടി. ഇയാൾ ബാഗിൽ പണവും സ്വർണവുമായി രക്ഷപ്പെടാൻ ശ്രമിക്കവേ വീടിന് പുറകിലെ മതിൽ കമ്പിയിൽ കാൽ കുരുങ്ങി കിടക്കുകയായിരുന്നു. രാവിലെയോടെ സമീപത്ത് ഒളിച്ചിരുന്ന ഒരാളെയും നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. പ്രദേശത്ത് CCTV പരിശോധിച്ചതിൽ 4 പേർ അടങ്ങുന്ന സംഘം പ്രദേശത്ത് കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. രാത്രി തന്നെ ഒരുത്തനെ ഇവിടെ അടുത്ത് തന്നെ വീടിൻ്റെ അപ്പുറത്തെ വീടിൻ്റെ മതിൽ ചാടിയ സമയത്ത് കമ്പിയിൽ കുരുങ്ങി കാല് കുരുങ്ങിയിട്ട് വീണായിരുന്നു അവിടെ. അങ്ങനെ അവനെ രാത്രി തന്നെ കിട്ടിയായിരുന്നു ഒരാളെ. പിന്നെ രാത്രി മൊത്തം നമ്മളെല്ലാവരും ഇവിടെ മൊത്തം റൗണ്ട് ചെയ്ത് നിരീക്ഷിച്ചതാണ്. അതിനുശേഷം വെളുപ്പിന് ഒരാളെ കൂടെ കിട്ടി, ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളെ. അപ്പോൾ നമ്മൾ CCTV ചെക്ക് ചെയ്തപ്പം 4 പേരുണ്ടെന്ന് അറിഞ്ഞ് അവർ. പിന്നെ ഇവിടെ നിന്ന ഒരു പെണ്ണുമുണ്ട്, അവർ നേപ്പാളുകാരാണ്. അപ്പോൾ ആ പെണ്ണാണ് അവർക്ക് ഇത് കൊടുത്തതെന്നാണ് അറിഞ്ഞത്. ആഹാരത്തിൽ അവരിവിടെ ജോലിക്കായിട്ട് വന്നതാണ്. അപ്പോൾ ആ പെണ്ണെ സഹായിക്കാനാണ് ബാക്കി 4 പേര് വന്നത്. ഇന്നലെ രാവിലെ തൊട്ടേ ഈ പ്രദേശത്ത് തന്നെ കറങ്ങുന്നുണ്ടായിരുന്നു. നമ്മൾ CCTV ചെക്ക് ചെയ്തപ്പം രാവിലെ തൊട്ട് അവരുണ്ട് അവിടെ മൊത്തം. ദീപയുടെ മുറിയുടെ വാതിൽ കുത്തി തുറന്ന നിലയിലാണ്. ആയിരൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിരലടയാള വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന നടത്തും. ഭാരത് വിഷൻ, വർക്കല.